എന്താ ചെയ്യണേ? മോള് കുറച്ച് ദിവസമായിട്ട് പറയണ അമ്മി എന്തെങ്കിലും വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമോയെന്ന്. അപ്പോൾ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ആഗ്രഹം സാധിക്കലിൻ്റെ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ തനിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ആൾ തന്നെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടൊക്കെ വരും. മുടിക്കെട്ടിലൊക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കുക. ആളുടെ വക ചെയ്യലൊക്കെ ഉണ്ട്, പക്ഷെ അതത്ര പെർഫെക്ഷൻ ഉണ്ടാവാറില്ല. അപ്പം ഞാനത് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വരണേ. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാനൊന്നും ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ആകെ കൂടി ഒരു നട പൗഡർ ഇടും. അന്നൊക്കെ എൻ്റെയൊക്കെ വിചാരം കുറേ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കുറേ നിറം വയ്ക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഭയങ്കര മാറ്റമാണ്. അവരൊക്കെ ചിന്താഗതി വരെ ഭയങ്കര മാറ്റമാണ്. അവരെല്ലാത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടിട്ടായിരിക്കാം അവരെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവരെ ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ മേക്കപ്പ് ഇങ്ങനെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കളുള്ള പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ വളർന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കും വേണം. അപ്പോൾ നമ്മുടെ മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അച്ഛന്മാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ, അത് അമ്മമാരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല മക്കളെ നോക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ട് കൂട്ടരും നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കുക, അവരോട് നന്നായിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുക. ഇപ്പോൾ പല അമ്മമാരും തിരക്കുള്ള അമ്മമാരാണ്. ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ അവർക്ക് നമ്മൾ സമയം മാറ്റി വയ്ക്കണം. അവരോട് അന്നന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വേണം. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾ അമ്മ കിച്ചണിലായിരിക്കും. അപ്പം മറ്റേ സ്ലാബുമ്മ കയറി ഇരുന്നിട്ട് കുറേ വിശേഷങ്ങൾ പറയും. ഇവിടുന്ന് പോകുന്നത് തൊട്ട് ബസ്സിൽ കയറി സ്കൂളെത്തി, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, തിരിച്ച് ബസ് കയറി വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് വീടെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ അമ്മമാരോടൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല. അവരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കണം. അപ്പോൾ ഈ ജനറേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവർക്ക് നമ്മളോട് എന്തും പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് അവർ നമ്മുടെ അടുത്തൊക്കെ പറയുള്ളൂ. ഇവർ രണ്ടാളാണെങ്കിലും ആര്യനായാലും കിങ്ങിണിയായാലും കുറേ കാര്യങ്ങൾ ഞാനായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ മക്കളെ ഒക്കെ നന്നായിട്ട് സ്നേഹിക്കുക. എല്ലാവരും സ്നേഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പേരൻസും ജീവിക്കണേ. പക്ഷെ അവരോട് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ വേണം കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളെയൊക്കെ ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ ഈരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.